ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നാളെ കുചേല ദിനമാണ്. കുചേലന് സദ്ഗതി കിട്ടിയ ദിവസമാണ് കുചേല ദിനമായി ആചരിക്കുന്നത്. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനമായി ആചരിക്കുന്നത്. ഈ വർഷം അത് ഡിസംബർ 18 ബുധനാഴ്ചയാണ് കുചേല ദിനമായി നാം കൊണ്ടാടുന്നത്. ഈ കുചേല ദിനം നമുക്കെല്ലാവർക്കും അറിയാം. കുചേലനും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ഗാഢമായ സൗഹൃദം, ആ സൗഹൃദത്തിൻ്റെ ആഴവും പരപ്പും എല്ലാവരും, മാനവരാശി മൊത്തവും മാതൃകയാക്കേണ്ട ഒന്ന് തന്നെയാണ്. എന്താണ് യഥാർത്ഥ ഒരു സുഹൃത്ത്? ആ സുഹൃത്തിന് മറ്റൊരു സുഹൃത്തിൻ്റെ ആ ദരിദ്രമായ അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ജീവിതത്തിൽ എങ്ങനെ സഹായിക്കാൻ, ആവശ്യത്തിന് എങ്ങനെ ഒരു സുഹൃത്തിന് പരിധിയില്ലാതെ സഹായിക്കാൻ കഴിയും? അതും യാതൊന്നും ഇച്ഛിക്കാതെ തന്നെ സ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ ഉള്ളവൻ ഇല്ലാത്ത സുഹൃത്തിനെ സഹായിക്കുന്ന ആ പരമമായിട്ടുള്ള കർമ്മം, അതാണ് ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നത്. എന്തൊക്കെയാണ് ഭഗവാൻ നമുക്ക് കാണിച്ചു തരാത്തത്? ഏറ്റവും നല്ല മകനായി, ഏറ്റവും ഉത്തരവാദിത്വമുള്ള മകനായി തന്നെ ഭഗവാൻ മാറുന്നു. ഏറ്റവും നല്ല കൂട്ടുകാരനായി ഗോപന്മാരുടെ ഇടയിൽ, ഏറ്റവും നല്ല കാമുകനായി, ഏറ്റവും നല്ല യോദ്ധാവായി, ഏറ്റവും നല്ല ഭർത്താവായി, ഏറ്റവും നല്ല ശിഷ്യനായി തന്നെ പഠിപ്പിച്ച സാന്ദീപിനി മഹർഷിക്ക് അവരുടെ നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കൊടുക്കുന്ന ഏറ്റവും നല്ല ശിഷ്യനായി, എന്തൊക്കെയായിട്ടാണ് ഭഗവാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഭഗവാൻ കാണിച്ചു തന്നത്? എല്ലാം ജീവിതത്തിൽ ഓരോ രംഗത്തും വേണ്ടുന്ന റോൾ മോഡലായിരുന്നു ഭഗവാൻ. ആ ഭഗവാനെ നമുക്ക് നമ്മുടെ സ്വന്തമാക്കി നമ്മുടെ ഹൃദയത്തിൽ വയ്ക്കുവാൻ, ആ ഭഗവാന്റെ ഓരോ മഹനീയമായ ലീലകളും നമുക്ക് ഓർമ്മിച്ചെടുക്കുവാൻ ഓരോ ദിനങ്ങൾ ഉണ്ട്. അത് കുചേല ദിനം അതിലേറ്റവും പ്രധാനമാണ്. സാന്ദീപിനി മഹർഷിയുടെ ആശ്രമത്തിൽ സതീർത്ഥ്യരായി ജീവിച്ചിരുന്ന സുധാമാവും ശ്രീകൃഷ്ണ ഭഗവാനും, അവരുടെ ചരിത്രം നമുക്ക് വളരെ നന്നായിട്ടറിയാം. ദാരിദ്ര്യ ശമനത്തിനായി അവിൽപ്പൊതിയുമായി ദ്വാരകയിൽ ശ്രീകൃഷ്ണനെ കാണാനെത്തിയതിൻ്റെ ആ സ്മരണയാണ് കുചേല ദിനമായി നമ്മൾ ആചരിക്കുന്നത്. സാന്ദീപനി മുനിയുടെ ഗുരുകുലത്തിൽ ഒരുമിച്ചാണ് അവർ വിദ്യ അഭ്യസിച്ചിരുന്നതെന്ന് നമുക്കറിയാം. അതിനുശേഷം ദ്വാരകയിലേക്ക് ഭഗവാനും കുചേലൻ തൻ്റെ ദരിദ്ര ഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം കുചേലൻ പല ജോലികളും, ക്ഷേത്രത്തിൽ ആരാധന പൂജ ചെയ്തു, കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു ബ്രാഹ്മണൻ ചെയ്യുന്ന ധാരാളം കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു. അങ്ങനെ കഴിഞ്ഞു വരുന്ന അവസരത്തിൽ കുചേലന് ഒരു സുന്ദരിയായ, ഏറ്റവും ഉത്തമ ഗുണങ്ങളുള്ള കുലീനയായ ഒരു ഭാര്യയെ കിട്ടി. പെൺകുട്ടി വളരെ അങ്ങനെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ തന്നെയാണ് കുചേലന് കിട്ടിയത്. വളരെ ഗുണങ്ങൾ നിറഞ്ഞവളായിട്ടുള്ള. എങ്കിലും അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യ ദുഃഖം പിന്നെയും തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ധാരാളം കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോകുന്നു. ധാരാളം മക്കൾ അവർക്കുണ്ടാകുന്നു. അങ്ങനെ ആ ദാരിദ്ര്യത്തിൻ്റെ അവശതയൊക്കെ അതിൻ്റെ കൊടുമുടിയിലെത്തി. കുട്ടികൾ ധാരാളമുണ്ടായി. അപ്പോൾ 2 പേർ മാത്രമുണ്ടായിരുന്നിടത്ത് പലരായി കഴിഞ്ഞപ്പോൾ തനിക്ക് കിട്ടുന്ന തുച്ഛമായ ആ വരുമാനമോ, ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഉണക്കച്ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതും, അന്ന് കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള ധാന്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവർ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ ആയപ്പോൾ ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെയായിപ്പോയി. കുഞ്ഞുങ്ങൾക്ക് വസ്ത്രങ്ങളോ ആഹാരമോ ഒന്നുമില്ല. നമുക്കറിയാം, കുചേലൻ്റെ പത്നി ആ കുഞ്ഞുങ്ങളുടെ വിശപ്പടക്കുവാൻ വെറും വെള്ളം നിറച്ച കലം വെച്ച് തീയിരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ആ കലത്തിന് ചുറ്റും വെയിലത്ത് ക്ഷീണിച്ച് മയങ്ങി വീഴുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഭാഗവതത്തിൽ വായിച്ചിട്ടുണ്ട്. അങ്ങനെ അനേകം ദിവസം ദാരിദ്ര്യത്തിൻ്റെ നെല്ലിപ്പലക കണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇനിയും ഒരു നേരം പോലും കഞ്ഞിവെള്ളം കൊടുക്കുവാൻ പോലും മാർഗമില്ലാതെ വന്നപ്പോൾ
ശ്രീകൃഷ്ണനെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുള്ള കുചേലൻ്റെ നാവിൽ നിന്ന് തന്നെയാണ് കുചേല പത്നി ധാരാളം അത് കേട്ടിട്ടുള്ളത്. ആ പത്നി കുചേലനോട് ആവശ്യപ്പെടുകയാണ്, അങ്ങയുടെ സതീർത്ഥ്യനല്ലേ, അങ്ങയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലേ ശ്രീകൃഷ്ണൻ, അങ്ങയ്ക്ക് അദ്ദേഹത്തോട് ചെന്ന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, ദാരിദ്ര്യ ദുഃഖത്തെക്കുറിച്ച് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ്. ഭഗവാന്റെ ധാരാളം ലീലകൾ ഭാര്യയോട് വിവരിക്കാറുണ്ടായിരുന്നു കുചേലൻ. അപ്പോൾ കുചേലൻ്റെ പത്നി വളരെ ശാന്തമായ, വളരെ സ്നേഹത്തോട് ബഹുമാനത്തോടെയാണ് പറയുന്നത്. ഞാൻ പറയുന്നത് അവിവേകമാണെങ്കിൽ അവിടുന്ന് എന്നോട് ക്ഷമിക്കണേ. അങ്ങയുടെ സതീർത്ഥ്യനാണല്ലോ ശ്രീകൃഷ്ണ പരമാത്മാവ്. അദ്ദേഹത്തിൻ്റെ ലീലാവിലാസങ്ങളും കുസൃതികളും ഒക്കെ അങ്ങ് ധാരാളം എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ ഈ ദാരിദ്ര്യത്തിന് ഒരു അറുതി വരുത്തുവാൻ ഒന്ന് പോയി കണ്ട് ആ കൃഷ്ണനെ, അദ്ദേഹത്തിനോട് നമ്മുടെ ദാരിദ്ര്യത്തെപ്പറ്റി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ എന്ന് കുചേലൻ്റെ ഭാര്യ കുചേലനോട് ചോദിക്കുകയാണ്. ഞാനിതിന് പോകണോ? എനിക്ക് കഴിയില്ല ഇങ്ങനെ പോകുവാൻ. ഇങ്ങനെയുള്ള എൻ്റെ ഈ അവസ്ഥ, ജീവിതത്തിൻ്റെ പരാജയത്തെക്കുറിച്ചും നമ്മുടെ ദാരിദ്ര്യത്തെക്കുറിച്ചുമൊക്കെ ചെന്ന് ഞാൻ എങ്ങനെ പറയും മറ്റൊരാളുടെ മുന്നിൽ? അപ്പോൾ ഭാര്യ പറയുന്നു, നമ്മുടെ കാര്യമാണെങ്കിൽ പോട്ടെ, പക്ഷേ നമ്മുടെ കുട്ടികൾ പട്ടിണി കിടന്ന് മരണാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങ് പോയി അദ്ദേഹത്തെ ഒന്ന് കാണൂ. ഈ കൊടും ദാരിദ്ര്യത്തിൻ്റെ വിവരമെല്ലാം കൃഷ്ണനെ ഒന്ന് ധരിപ്പിക്കൂ എന്നൊക്കെ ഇങ്ങനെ ഭാര്യ പറയുകയാണ്. അപ്പോൾ പോകുന്നത് ശരിയാകുമോ, അതോ ആളോട് നമ്മുടെ ജീവിതത്തിനെക്കുറിച്ച് പറയുന്നത്, ജീവിതത്തിൻ്റെ ഇല്ലായ്മയെക്കുറിച്ച് പറയുന്നത് ശരിയാകുമോ എന്നൊക്കെ കുചേലന് സംശയങ്ങൾ ഭാര്യയോട് ചോദിക്കുമ്പോൾ ഭാര്യ പറയും, അതിൽ തെറ്റൊന്നുമില്ല, മറ്റാരോടുമല്ലല്ലോ നമ്മുടെ ദുഃഖം പറയുന്നത്, അങ്ങയുടെ പ്രിയപ്പെട്ട സതീർത്ഥ്യനോടല്ലേ, അവിടുന്ന് പോവുക തന്നെ വേണം എന്ന് ഭാര്യ വളരെ സ്നേഹനിർഭരമായി നിർബന്ധിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ വിശന്നു മയങ്ങി കിടക്കുന്ന ആ കിടപ്പുമൊക്കെ കണ്ടിട്ട് കുചേലന് മറ്റൊരു മാർഗമില്ലായിരുന്നു. കുചേലൻ്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, ധർമ്മപത്നിമാർ ആഭരണങ്ങളും ഇഷ്ടമുള്ള ആഹാരങ്ങളും വസ്ത്രങ്ങളും ഒക്കെയാണ് ആവശ്യപ്പെടുന്നത്. ഇത് ഞാനൊന്നും ആവശ്യപ്പെടുന്നില്ല. എനിക്ക് വേണ്ടത് എൻ്റെ കുഞ്ഞുങ്ങളുടെ വയറ് ഒരു നേരമെങ്കിലും നിറയ്ക്കുവാനുള്ള ആഹാരം മാത്രമാണ്. അതിനുവേണ്ടി അങ്ങ് ആരെയും, അങ്ങയുടെ പ്രിയപ്പെട്ട സതീർത്ഥ്യനായ ഭഗവാനെ ചെന്ന് കാണുക തന്നെ വേണം. അദ്ദേഹത്തോട് നമ്മുടെ ദുഃഖങ്ങളെക്കുറിച്ച് പറയുക തന്നെ വേണം. അതല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ട അങ്ങയുടെ ഭാര്യ എന്ന നിലയിൽ എന്നൊക്കെ വളരെ കേണ് താണ് പറഞ്ഞപ്പോൾ കുചേലൻ, ഭഗവാൻ ദ്വാരകയിലെ വളരെ രാജകീയ പദവിയിലൊക്കെ ജീവിക്കുന്ന വലിയ ആളല്ലേ, അപ്പോൾ ഭഗവാൻ എന്തെങ്കിലും എന്നെ കാണുമ്പോൾ ആവശ്യപ്പെടും, എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. ഒരുപാട് നാളിന് ശേഷം കാണുകയല്ലേ, അപ്പോൾ എന്തെങ്കിലും കയ്യിൽ കൊണ്ടുപോകണ്ടേ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കൊന്നുമില്ലല്ലോ, ഒരു രാജകൊട്ടാരത്തിൽ കൊണ്ട് സമർപ്പിക്കുവാൻ പറ്റിയതായി ഒന്നുമില്ലല്ലോ നമ്മുടെ കയ്യിൽ എന്ന് കുചേലൻ ദുഃഖിതനായി പറയുമ്പോൾ, അങ്ങ് അതോർത്ത് വിഷമിക്കണ്ട, ഞാൻ അയൽഗൃഹങ്ങളിൽ പോയി ഭിക്ഷ യാചിച്ച് കിട്ടുന്നത് അതുകൊണ്ട് പോകാം എന്ന് പറഞ്ഞ് നെല്ല് കിട്ടുന്നത് മണലും കല്ലും ഒക്കെ നിറഞ്ഞ നെല്ലാണ്. അത് വെളിച്ചമില്ലാതെ ഇരുട്ടിലാണ് അത് കുത്തി, അത് നെല്ല് വറുത്ത് ചൂടാക്കിയിട്ട് ഉരലിലിട്ട് കുത്തിയിട്ട് അത് അവലാക്കി മാറ്റി. പക്ഷേ അതിനകത്തിൽ അഴുക്കും കല്ലും എല്ലാം ഉണ്ടായിരുന്നു. അത് വൃത്തിയായി പൊതിഞ്ഞു കൊണ്ടുപോകുവാൻ ഒരിടമില്ലാത്തത് കാരണം കുചേലന് ആകെയുള്ള ഒരു മുണ്ടിൻ്റെ ഒരറ്റമാണ് അത് കീറിയെടുത്താണ് അതിലാണത് പൊതിഞ്ഞ് കുചേലൻ്റെ കയ്യിൽ കൊടുത്തതെന്നാണ് പറയുന്നത്. ഭാഗവതത്തിൽ അതിനെക്കുറിച്ചൊക്കെ വിവരിക്കുന്നുണ്ട്. അങ്ങനെ കൊണ്ടുപോകുകയാണ്. അപ്പോൾ കുചേലനത് ഭഗവാൻ കാണാതിരുന്നെങ്കിൽ, എന്നോടൊന്നും ചോദിക്കാതിരുന്നെങ്കിൽ, ഇത് ഭഗവാന് കൊടുക്കാൻ കഴിയാതിരുന്നെങ്കിൽ എന്നൊക്കെയാണ് കുചേലൻ്റെ അപകർഷത കൊണ്ട് തോന്നുന്നത്. അങ്ങനെ കുചേലൻ നടന്ന് തൻ്റെ ഓലക്കുടയും കക്ഷത്തിൽ ഈ അവിൽപ്പൊതിയും ഒക്കെയായി ബഹുദൂരം നടന്ന് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ദ്വാരകയിലെത്തുന്നു.
ദ്വാരകയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കുചേലൻ്റെ ആ വേഷവിധാനങ്ങൾ കാണുമ്പോൾ തന്നെ, അതായത് കീറി പറഞ്ഞ ആ ഒരു ഓലക്കുട, അതുപോലെ തന്നെ വളരെ ശോഷിച്ച ക്ഷീണിച്ച ശരീരം, അതൊക്കെ കണ്ടപ്പോൾ തന്നെ അവിടുത്തെ നഗരവാസികളൊക്കെ കളിയാക്കുവാനും ഒക്കെ ചെയ്തു. ഇത്രയും ദരിദ്രനാരായണനായ നിങ്ങൾ ഏത് ദേശത്തു നിന്ന് വന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ വലിയവരും കുട്ടികളുമൊക്കെ അദ്ദേഹത്തിനെ തെരുവിലൊക്കെ കളിയാക്കി. അദ്ദേഹം അതൊന്നും ശ്രദ്ധിക്കാതെ ഭഗവാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ടുള്ള യാത്രയാണ്. ആ യാത്ര വിയർപ്പ് പൊടിഞ്ഞ് ക്ഷീണിതനായി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ഭഗവാൻ ഇത് എത്ര ദൂരെ ഇരുന്നാലും ഭഗവാന് തൻ്റെ പ്രിയപ്പെട്ട ഭക്തർ ചെയ്യുന്ന ഓരോ കാര്യവും കാണരുതോ. അന്നത്തെ ദിവസം ഭഗവാന് ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല, കിടന്നിട്ട് കിടപ്പ് ശരിയാകുന്നില്ല. വളരെ വളരെ പ്രഭാതത്തിൽ തന്നെ എഴുന്നേറ്റ് ദിനചര്യകളൊക്കെ കഴിച്ചിട്ട് രാജ്യകാര്യങ്ങളിലൊന്നും ഏർപ്പെടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്ന ഭഗവാനെ കണ്ടിട്ട് രുക്മിണി ദേവി ചോദിക്കും, ഇന്ന് അങ്ങക്ക് എന്താണ് പറ്റിയത്, അങ്ങക്ക് എന്താണ് ഒരു അസ്വസ്ഥത എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയും, ഇന്ന് എന്നെ കാണാൻ ഒരാൾ വരുന്നുണ്ട്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. അദ്ദേഹം വന്ന് കണ്ടതിന് ശേഷമേ എനിക്കൊരു സ്വസ്ഥത ഉണ്ടാവുകയുള്ളൂ എന്ന്. അതുപോലെ തന്നെ ദൂരെ തന്നെ തൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിൽ ഭഗവാൻ വഴിയിലേക്ക് കണ്ണും നട്ട് നിൽക്കുമ്പോൾ തന്നെ കുചേലൻ്റെ വരവ് കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് ദൂരെ നിന്ന് കുചേലൻ കടന്നു വരുന്നു. ആ കുചേലനെ വേഗം തന്നെ ഭഗവാൻ ഓടിച്ചെന്ന് സ്വീകരിച്ച് ഭഗവാൻ കുചേലൻ്റെ പാദം കഴുകി ഒരു പുണ്യതീർത്ഥമായി താൻ കഴിക്കുകയും തൻ്റെ പ്രിയ പത്നിമാർക്ക് കൊടുക്കുകയും അവിടെയെല്ലാം തളിക്കുകയും ചെയ്തു. ഒരു ഭക്തൻ്റെ ആ കാല് കഴുകിയ ജലം തീർത്ഥമായി മാറുകയാണ്. അത്രയ്ക്കും പുണ്യം ചെയ്ത ആളാണ്, ഭക്തനാണ് സുധാമാവ്. അങ്ങനെ ലക്ഷ്മി ദേവിയുടെ തൽപ്പത്തിലാണ് കൊണ്ടിരുത്തി വിശ്രമിപ്പിച്ച് കഴിക്കുവാനും കുടിക്കുവാനും ഒക്കെ കൊടുത്ത് വിശ്രമിപ്പിച്ച് അവിടെ തന്നെ കഥകളൊക്കെ പറഞ്ഞ് കുചേലൻ മയങ്ങി ഉറങ്ങി. അടുത്ത ദിവസം കുചേലൻ തിരികെ പോവുകയാണ്. പോകുമ്പോൾ ഒരുപാട് കഥകളൊക്കെ എന്തൊക്കെയാണ് അതിനുശേഷം സാന്ദീപനി ആശ്രമത്തിൽ നിന്ന് തിരികെ പോകുന്നതിന് ശേഷം നടന്ന കാര്യങ്ങൾ ഓരോന്നും അവിടെ വെച്ച് നടന്ന സംഭവങ്ങളും വിറകിന് പോയതും അവിൽപ്പൊതി കൊടുത്തത് തനിച്ച് ഭക്ഷിച്ച കുചേലനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ കുചേലൻ എൻ്റെ കക്ഷത്തിൽ അടുക്കി വെച്ചിരിക്കുന്ന ആ പൊതി കണ്ടിട്ട്, എന്താണ് കുചേല എനിക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുചേലൻ വളരെ ലജ്ജയോടുകൂടി അത് കൊടുക്കാതിരിക്കാൻ അത് മാറ്റി പിടിച്ചുവെങ്കിലും ഭഗവാൻ അത് ചെന്ന് പിടിച്ച് തട്ടിപ്പറിച്ചെടുത്തു എന്നാണ്. ആ പൊതി അഴിച്ചിട്ട് ആ ഉരുന്നുള്ള അവിലെടുത്ത് ഭഗവാൻ തൻ്റെ വായിലേക്ക് വെക്കുകയാണ്, വളരെ സ്വാദിഷ്ടമായിട്ട്. ഇത്രയും സ്വാദുള്ള അവിൽ ഞാൻ കഴിച്ചിട്ടില്ല കുചേല എന്ന് പറഞ്ഞിട്ട് കുചേലൻ എന്ത് ചെയ്തു, കുചേലനായി പോയത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് സുധാമാവാണ്. സുധാമാവ് കൊണ്ടുവന്ന അവിൽ അദ്ദേഹം കഴിക്കുകയും രണ്ടാമത് വീണ്ടും കഴിക്കാൻ ഭാവിക്കുമ്പോൾ രുക്മിണി ദേവി അത് തടയുകയും ചെയ്യുന്നു. കാരണം ഒരു പ്രാവശ്യം തന്നെ ഭഗവാൻ സന്തോഷത്തോടുകൂടി കൊണ്ടുവന്ന ദാരിദ്ര്യമാണ് തൻ്റെ കുക്ഷിയിലേക്ക് ഭഗവാൻ അമർത്തിയത്. അപ്പോൾ ആ ദാരിദ്ര്യത്തിന് പകരം അവിടെ ഭഗവാന്റെ തുല്യമായിട്ടുള്ള അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞു. ഇനി അതിൽ രണ്ടാമതൊന്നുകൂടി കഴിച്ചാൽ ഈ ഭഗവാന് കിട്ടിയിരിക്കുന്ന ഭഗവാന്റെ സൗഭാഗ്യങ്ങളെക്കാൾ ഉപരിയാകും ഈ സുധാമാവിൻ്റെ സൗഭാഗ്യങ്ങൾ. അപ്പോൾ സൗഭാഗ്യം എവിടെയാണോ അവിടെയല്ലേ ലക്ഷ്മി പ്രസാദം. ഏറ്റവും കൂടുതൽ സൗഭാഗ്യങ്ങൾ ലക്ഷ്മി കടാക്ഷിക്കുന്നവരിലാണ്. ഇവിടെ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് തന്നെ സുധാമാവ് ഭഗവാനോളം ഉയർന്നു. അപ്പോൾ ഇനിയും അതിലും മുകളിൽ പോയി കഴിഞ്ഞാൽ അത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷമാകും. അപ്പോൾ ലക്ഷ്മി ദേവിയുടെ സ്ഥിരവാസം കുചേലൻ്റെ ആ സൗഭാഗ്യങ്ങളിലാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് രുക്മിണി ദേവി അത് തടഞ്ഞത്. അപ്പോൾ അതിനുശേഷം സംസാരങ്ങളും ഒക്കെ കഴിഞ്ഞ് ആ ഭഗവാനെ കണ്ട ആനന്ദ നിർവൃതിയിൽ ഒരു ഭക്തൻ ഭഗവാനെ നേരിട്ട് കാണുന്നു. അനേക കാലമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആളിനെ നേരിട്ട് കാണുന്നു. കാണുമ്പോൾ ആ ഭക്തന് ഭഗവാൻ കൊടുത്ത പ്രാധാന്യം എത്രയോ. എന്നെ കണ്ടാൽ തിരിച്ചറിയുമോ, അദ്ദേഹം വലിയ രാജാവായി മാറിയിരിക്കുന്നു,
ആ രാജവംശത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവായ ഉഗ്രസേനനാണ്, മുത്തച്ഛനായ ഉഗ്രസേനനാണ് അവിടെ ഭരണം നടത്തുന്നത്. മധുരയിൽ ഭഗവാൻ രാജാവായിട്ട് ദ്വാരകാധിപനായി വാഴുന്നു. അവിടെയാണ് ഞാൻ വെറും ഒന്നുമില്ലാതെ, ജീവിതത്തിൽ ഒന്നുമില്ലാതെ വെറും ഒരു കോലം കെട്ടവനായി, ജീവച്ഛവമായി, ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ കുറേ മക്കളും ഭാര്യയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്നു. ഭഗവാനോ ഒരു ഹിമാലയ ശൃംഗമാണെങ്കിൽ കുചേലൻ അതിൻ്റെ താഴ്വരയിൽ നിൽക്കുന്ന ഒരു പുല്ലുപോലുമല്ല. അത്രയും അകലമുള്ള എന്നെ എങ്ങനെ ഭഗവാൻ കാണും, സ്വീകരിക്കും എന്നൊക്കെയുള്ള ആ ഒരു ബുദ്ധിമുട്ടൽ, വീർപ്പുമുട്ടലോടുകൂടി കടന്നു ചെന്ന കുചേലനെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ, അമ്പരപ്പിക്കുന്ന വിധത്തിലാണ് ഭഗവാൻ ഗാഠമായി ആലിംഗനം ചെയ്തതും ആ പാദതീർത്ഥം ഒരു പുണ്യാഹമായി തളിച്ചതും ലക്ഷ്മി ദേവിയുടെ തൽപ്പത്തിലിരുത്തി വേണ്ട ആതിഥ്യ മര്യാദകളൊക്കെ നടത്തി പഴയ സൗഹൃദം വീണ്ടും ആവർത്തിച്ച് അനുഭവിപ്പിച്ചതും എല്ലാം. അപ്പോൾ കുചേലൻ എന്തിനാണ്, തൻ്റെ ഭാര്യ എന്തിനാണ് തന്നെ പറഞ്ഞ് വിട്ടതെന്നും തൻ്റെ ജീവിതം എന്താണെന്ന് പോലും ഭഗവാനെ കണ്ട ഭക്തൻ മറന്നുപോയി. ഇതാണ് യഥാർത്ഥ ഭക്തി. ഭഗവാനെ കാണുമ്പോൾ, ഭഗവാനെ എൻ്റെ ദാരിദ്ര്യ ദുഃഖം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരമില്ലാത്ത അവസ്ഥ, ഞങ്ങളുടെ കൊടും ദാരിദ്ര്യം, ഇതൊന്ന് പരിഹരിക്കണേ എന്ന് ഭഗവാനോട് പറയുവാൻ, അവിടെ ഒരു കാര്യം ഭഗവാനോട് പറയണ്ട, ഒരാവശ്യത്തിനാണ് കുചേലൻ ചെന്നത്. ആ ഒരു ആവശ്യം കുറേ ധാന്യങ്ങളോ ആഹാര സാധനങ്ങളോ ഭഗവാൻ എത്തിച്ചു കൊടുക്കുന്നതാണോ പ്രധാനം? അല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഭഗവാനെ നമുക്ക് സ്വന്തമായി കഴിഞ്ഞാൽ, ഭഗവാനെ നമ്മൾ കണ്ടു കിട്ടിയാൽ പിന്നീട് നമ്മൾ അവിടെ ഒരാവശ്യം പറയേണ്ട കാര്യമില്ല. ഭഗവാനെ അറിയാം നമ്മുടെ ഹൃദയത്തിൽ എന്തിനാണ് എന്നെ അന്വേഷിച്ച് വന്നത് ഈ ഭക്തൻ അല്ലെ ഭക്ത, എന്തിനാണ് എന്നെ തേടി വന്നതെന്ന് ഭഗവാന് നന്നായി അറിയാം. അപ്പോൾ നമ്മുടെ ഹൃദയം ഭഗവാന് കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ അതിനുള്ളിലുള്ള ആവശ്യങ്ങൾ ഓരോന്നും സാധിച്ചു തരും. അല്ലാതെ ഭഗവാന്റെ മുന്നിൽ ചെന്ന്, ഭഗവാനാകുന്ന പ്രപഞ്ചനാഥൻ്റെ മുന്നിൽ എനിക്കൊരു കാര്യമുണ്ട് സാധിക്കാൻ, അത് സാധിച്ചു തരണേ കണ്ണാ എന്ന് പറയുകയല്ല വേണ്ടത്. അപ്പോൾ തിരിച്ച് സന്തോഷത്തോടെ യാത്രയാക്കുന്നു. മനസ്സില്ലാ മനസ്സോടെ രണ്ടുപേരും വേർപിരിയുന്നു. കുചേലൻ വന്ന വഴി വീണ്ടും താണ്ടി തൻ്റെ ഭവനത്തിലേക്ക് പോകുന്നു. യാത്ര പോകുമ്പോഴാണ് കുചേലന് ഭഗവാനിൽ നിന്ന് വളരെ അകന്നതിന് ശേഷമാണ് കുചേലന് താൻ എന്തിനായിരുന്നു പോയതെന്നും എന്തായിരുന്നു തൻ്റെ ഭാര്യ നിർബന്ധിച്ച് വിട്ടതിൻ്റെ കാരണമെന്നൊക്കെ ഉള്ള ബോധത്തിലേക്ക് വരികയാണ്, ആ ഒരു തിരിച്ചറിവിലേക്ക്. അപ്പോഴാണ് കുചേലൻ ചിന്തിക്കുന്നത്, യോ എൻ്റെ ഭഗവാനെ, എൻ്റെ കൃഷ്ണ, ഞാനൊന്നും അങ്ങയോട് ആവശ്യപ്പെട്ടില്ലല്ലോ. അങ്ങയെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ദീനതകളൊക്കെ ഞാൻ മറന്ന് മറ്റൊരു ലോകത്ത് ആനന്ദത്തിൻ്റെ, പരമാനന്ദത്തിൻ്റെ നിർവൃതിയിലായിപ്പോയല്ലോ കണ്ണാ. എനിക്കൊന്നും അങ്ങയോട് ആവശ്യപ്പെടാൻ കഴിഞ്ഞില്ലല്ലോ. ഞാൻ ഇനി എന്ത് ചെയ്യും? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ ഭാര്യയുടെയും വിശന്നു വലയുന്ന എന്നെ കാത്തിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളുടെയും മുന്നിൽ ഞാൻ ഒന്നുമില്ലാതെ ചെന്ന് കയറുന്നത് എങ്ങനെയാണ് ഭഗവാനെ എന്നൊക്കെ ഇങ്ങനെ നിരന്തരം വിഷമിച്ചുകൊണ്ടിങ്ങനെ നടക്കുകയാണ് കുചേലൻ. നടന്ന് തൻ്റെ ഗ്രാമത്തിലൊക്കെ എത്തിയപ്പോൾ ഭഗവാൻ എൻ്റെ ആ അത്യത്ഭുതമായ പ്രവൃത്തിയൊന്നും കുചേലൻ അറിയുന്നില്ല. കുചേലൻ തൻ്റെ വീടിരിക്കുന്നത് തൻ്റെ വഴി തെറ്റിയോ, താൻ വീണ്ടും ദ്വാരകയിലെത്തിയോ എന്ന് കുചേലന് തോന്നി. കാരണം ദ്വാരകയിൽ താൻ ഭഗവാനെ കണ്ട അതിന് തുല്യമായിട്ടുള്ള കൊട്ടാരങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ തൻ്റെ വീട് നിന്ന ഭാഗത്ത് വന്നപ്പോൾ കാണുന്നു. അപ്പോൾ വീണ്ടും താൻ വഴിതെറ്റി ദ്വാരകയിലെത്തിയെന്നാണ് സത്യത്തിൽ പാവം കുചേലൻ കരുതിയത്. അങ്ങനെ തിരിച്ചു പോകണോ അതോ അവിടെ നിൽക്കണോ, എവിടെയാണ് വഴി എന്നൊക്കെ അന്താളിച്ച് നിൽക്കുന്ന കുചേലനെ കണ്ടുകൊണ്ട് ഭാര്യ ഓടി വരുന്നു, മക്കൾ ഓടി വരുന്നു. തങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ, ഭഗവാൻ തന്ന ഈ സൗഭാഗ്യത്തെക്കുറിച്ചൊക്കെ കുചേലനോട് പറയുകയാണ്. അങ്ങനെ ശിഷ്ടകാലം കുചേലൻ ഹരിനാമത്തിലുറച്ച് ഭഗവത് പാദത്തിലൂന്നി കുചേലൻ്റെ സന്തതി പരമ്പരകളും ജീവിച്ചു. ഈ പുണ്യദിനമാണ് നമ്മൾ കുചേല ദിനമായി, കുചേലനെ നിത്യദാരിദ്ര്യത്തിൽ നിന്ന് ഭഗവാൻ രക്ഷിച്ച് കുചേലന് സമാധാനം, സന്തോഷം കൊടുത്ത ദിവസം. ഈ ദിവസം നമ്മൾ ഭഗവാന് വിഷ്ണു ക്ഷേത്രത്തിലും കൃഷ്ണൻ്റെ ക്ഷേത്രത്തിലുമൊക്കെ നമ്മൾ അവിൽപ്പൊതി സമർപ്പിക്കാറുണ്ട്, ജീവിതത്തിൻ്റെ ദുഃഖ നിവൃത്തിക്കായിട്ട്. അതിനുശേഷം ദീപാരാധനയ്ക്കൊക്കെ ശേഷം വൈകുന്നേരം ആ അവിൽപ്പൊതി ഭക്തർക്ക് സമർപ്പിക്കാറുണ്ട്.
അമ്പലത്തിൽ നിന്ന് തിരികെ. അങ്ങനെ ആ അവിൽ ഒക്കെ നമ്മൾ കഴിക്കുകയും ഭഗവാന് സമർപ്പിച്ച അവിൽ കഴിക്കുകയും ഭഗവാന് അവിൽ സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ പുണ്യമാണ്. അപ്പോൾ ധനുമാസത്തിലെ ആദ്യത്തെ ഈ ബുധനാഴ്ച ദിവസം കുചേല ദിനമായി ആചരിക്കുന്നു. നമുക്ക് കഴിയുന്നതും ക്ഷേത്രങ്ങളിൽ പോവുക, കുചേലൻ ഭഗവാന് സമർപ്പിച്ചതുപോലെ അവിൽക്കിഴികളൊക്കെ ഭഗവാന് സമർപ്പിക്കുക. ഒപ്പം നമ്മുടെ ഹൃദയവും ആ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുക. അങ്ങനെ എല്ലാവരെയും കുചേലനെ ഭഗവാൻ അനുഗ്രഹിച്ചതുപോലെ, ആ സുധാമാവിനെ ഭഗവാനോളം ഉയർത്തിയതുപോലെ നമ്മളെയും ഭഗവാൻ ഉയർത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സർവകർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.